വാർത്തകൾ വിശദമായി. കൊല്ലപ്പെട്ട പ്രവാസി വ്യവസായി പൂച്ചക്കാട്ടെ MC അബ്ദുൽ ഗഫൂറിന്റെ വീട്ടിൽ നിന്നും കാണാതായ സ്വർണ്ണാഭരണത്തിൽ 37 പവൻ കൂടി കണ്ടെടുത്തു. കാസർഗോഡ് നഗരത്തിലെ ജ്വല്ലറികളിൽ നിന്നാണ് പ്രതികളുമായി എത്തി അന്വേഷണ സംഘം സ്വർണം കണ്ടെടുത്തത്. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. കൊല്ലപ്പെട്ട പ്രവാസി വ്യവസായി പൂച്ചക്കാട് ഫാറൂഖിയ പള്ളിക്ക് സമീപത്തെ ബൈത്തുൽ റഹ്മയിൽ MC അബ്ദുൽ ഗഫൂറിന്റെ വീട്ടിൽ നിന്ന് കാണാതായ സ്വർണ്ണാഭരണത്തിൽ 37 പവൻ കൂടിയാണ് കണ്ടെടുത്തത്. കാസർഗോഡ് നഗരത്തിലെ ജ്വല്ലറികളിൽ നിന്നാണ് പ്രതികളുമായി എത്തിയ അന്വേഷണ സംഘം സ്വർണം കണ്ടെടുത്തത്. ഇതിനു പുറമെ ഒന്നാം പ്രതിയായ TM ഉവൈസ് ചട്ടഞ്ചാലിനടുത്തെ ഒരു സഹകരണ സംഘത്തിൽ പണയപ്പെടുത്തിയ 11 പവൻ സ്വർണം തിരിച്ചുകിട്ടാൻ അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിട്ടുണ്ട്. സഹകരണ സംഘത്തിലുള്ള 11 പവൻ ഒഴികെ ഇതുവരെ കണ്ടെത്തിയത് 92 പവൻ സ്വർണമാണ്. 596 പവൻ സ്വർണമാണ് വീട്ടിൽ നിന്നും കാണാതായത്. അന്വേഷണം വളരെ നല്ല രീതിയിലാണ് നടന്നിട്ടുള്ളത്. ബേക്കൽ പോലീസ് കഴിഞ്ഞ 16 മാസക്കാലം ഒരു അന്വേഷണം മന്ദീഭവിച്ചത് കാസർഗോഡ് DCRB DYSP ജോൺസൺ സാറിൻ്റെ നേതൃത്വത്തിൽ 43 ദിവസം കൊണ്ടാണ് ഈ പ്രതികളെ തെളിയിക്കാൻ സാധിച്ചിട്ടുള്ളത്. കസ്റ്റഡിയിൽ നിന്നും ലഭിച്ചപ്പോൾ അവർ നിരന്തരം പല സ്വർണ്ണ കടകളുമായി ബന്ധമുണ്ടെന്ന് സ്ഥാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലിന്ന് ഏകദേശം ഒരു 100-ൽ താഴെ പവൻ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. കർണാടകയിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ഈ ജിന്നുമ്മയും കൂട്ടരും സ്വർണ്ണ ഇടപാടും കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. ഗഫൂർ ഹാജിയുടെ സ്വർണം തന്നെ പല സ്ഥലങ്ങളിലും കൊടുത്തിട്ടുണ്ട് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കസ്റ്റഡി നീട്ടിക്കിട്ടുവാൻ വേണ്ടിയുള്ള അപേക്ഷ നൽകിയിട്ടുണ്ട്. എന്തായാലും ആ കിട്ടിയതോടുകൂടി കൂടുതൽ സ്വർണം ലഭിക്കും എന്നതിനപ്പുറം ഈ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ച മറ്റു കുറേ ആളുകൾ ഉണ്ട് എന്നുള്ളതും കൂടി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരെയും കൂടി കസ്റ്റഡിയിലെടുക്കാൻ കഴിയും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കേസിൽ കൊല്ലപ്പെട്ട അബ്ദുൽ ഗഫൂർ ഹാജിയുടെ മാതാവ് കക്ഷി ചേരാനുള്ള നടപടി തുടങ്ങിയതായി ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ ഹസൈനാർ അമു ഹാജി, സുകുമാരൻ പൂച്ചക്കാട് എന്നിവർ അറിയിച്ചു. ഏതായാലും ഈ അന്വേഷണ സംഘത്തെ എത്ര കണ്ട് അഭിനന്ദിച്ചാലും മതിയാകില്ല. വളരെ വ്യക്തമായ സാഹചര്യ തെളിവുകളും കാര്യങ്ങളും ഞങ്ങൾ നേരത്തെ നൽകിയിരുന്നുവെങ്കിൽ പോലും അന്വേഷണ ഉദ്യോഗസ്ഥർ വേണ്ട രീതിയിൽ നടക്കാത്തതുകൊണ്ടാണ് ഈ അന്വേഷണത്തിൻ്റെ ഒരു ഉത്തരം ലഭിക്കാൻ ഇങ്ങനെ കാലതാമസം വേണ്ടി വന്നിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി, അതുപോലെ തന്നെ DGP, കാസർഗോഡ് ജില്ലയിലെ 5 MLA മാർ, MP അടക്കമുള്ളവരുടെ സർവ്വ പിന്തുണയും ആക്ഷൻ കമ്മിറ്റിക്ക് ലഭിച്ചിട്ടുണ്ട്. നാട്ടുകാരുടെയും മറ്റു എല്ലാവരുടെയും പിന്തുണ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായ രീതിയിലുള്ള ഒരു പ്രവർത്തനമായി മുന്നോട്ട് പോകാൻ ആക്ഷൻ കമ്മിറ്റി കഴിഞ്ഞത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. 10 ദിവസത്തേക്കായിരുന്നു അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടതെങ്കിലും 3 ദിവസത്തേക്ക് മാത്രമാണ് കോടതി അനുവദിച്ചത്. അബ്ദുൽ ഗഫൂർ ഹാജിയുടെ വീട്ടിൽ നിന്നും കാണാതായ സ്വർണത്തിൽ ഏറെയും വിൽപ്പന നടത്തിയതും പണയപ്പെടുത്തിയതും കാസർഗോഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ്. വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമെന്നും അന്വേഷണ സംഘം സൂചിപ്പിച്ചു. പ്രതികൾ കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷയ്ക്കെതിരെ പോലീസ് അപേക്ഷ നൽകിയിട്ടുണ്ട്. ഉളിയപ്പടുക്ക നാഷണൽ നഗർ തുരുത്തി സ്വദേശിയും ബാര മീത്തൽ മാങ്ങാട് കൂളിക്കുന്ന് അണിഞ്ഞാറോഡിൽ ബൈത്തുൽ ഫാത്തിമയിലെ TM ഉവൈസ്, ഭാര്യ മാങ്ങാട് കൂളിക്കുന്ന് അണിഞ്ഞാറോഡിൽ ബൈത്തുൽ ഫാത്തിമയിലെ KH ഷമീന എന്ന ജിന്നുമ്മ, മുക്കൂട് ജിലാനി നഗറിലെ താമസക്കാരി പൂച്ചക്കാട് വലിയ പള്ളിക്കടുത്തെ PM അസ്ഫീന, മധൂർ കൊല്ലിയിലെ ആയിഷ എന്നിവരാണ് കേസിലെ പ്രതികൾ. DCRB DYSP KJ ജോൺസന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അതേസമയം നിയമാനുസൃതം ബില്ലെഴുതി ടാക്സ് നൽകി വ്യാപാരം നടത്തുന്ന സ്വർണ്ണ വ്യാപാരികളെ റിക്കവറിയുടെ പേരിൽ കർണാടകയിൽ നിന്നുള്ള പോലീസ് ഉൾപ്പെടെ പീഡിപ്പിക്കുകയാണെന്ന ആരോപണവുമായി ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷനും രംഗത്തെത്തി. പോലീസിന്റെ ഭാഗത്തു നിന്നും വ്യാപാരികൾ നേരിടുന്ന പീഡനങ്ങൾക്കെതിരെ നിയമ നടപടിയുമായി ഹൈക്കോടതിയെ സമീപിക്കുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.